തൃശൂർ പൂരത്തിന് വെടിക്കെട്ട് ഒഴിവാക്കിയുള്ള എല്ലാ ചടങ്ങുകളും നടക്കും. കുടമാറ്റം പ്രതീകാത്മകമായി സമയം കുറച്ചു നടത്തും. മേളങ്ങൾ യഥാവിധി നടക്കും. പൂരം നടത്തിപ്പ് സംബന്ധിച്ച് സർക്കാർതല യോഗത്തിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് തലച്ചിറ ചേരുന്നു. പൂരം നടത്തിപ്പ് സംബന്ധിച്ചിട്ടുള്ള തീരുമാനം ആയിരിക്കുന്നു. കളക്ടറേറ്റിൽ സർക്കാർ തല യോഗം പൂർത്തിയായി. ഇരു ദേവസ്വങ്ങളുടെയും പ്രധാന പങ്കാളികളായ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ ഭാരവാഹികൾ അവർ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ യോഗത്തെ അറിയിക്കുകയുണ്ടായി. ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. എന്തായാലും ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടത് വെടിക്കെട്ടുകൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് മറ്റ് ആചാരാനുഷ്ഠാനങ്ങൾ യഥാവിധി നടത്തപ്പെടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കുടമാറ്റം സംബന്ധിച്ചിട്ട് നമുക്കറിയാം, 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന കുടമാറ്റം ഇനി പ്രതീകാത്മകമായി 15 മിനിറ്റിനുള്ളിൽ പൂർത്തിയാക്കുമെന്നാണ് ഇപ്പോൾ ഇരു ദേവസ്വങ്ങളും തീരുമാനിച്ചിട്ടുള്ളത്. മറ്റ് ചടങ്ങുകൾ ഇപ്പോൾ ചമയപ്രദർശനം ഇതിനു മുൻപ് നടത്താറുണ്ട്. ചമയപ്രദർശനവും വലിയ രീതിയിലുള്ള ആഘോഷങ്ങളൊന്നുമില്ലാതെ, എന്നാൽ ഓഫീസുകൾ, അതായത് പൂരം ദേവസ്വങ്ങളുടെ അഗ്രശാലകളിൽ പ്രദർശനം ഉണ്ടാകും. എന്നാൽ മറ്റു രീതിയിലുള്ള ആഘോഷപരമായിട്ടുള്ള സമയപ്രദർശനവും ഉണ്ടാകില്ല. മറ്റ് വെടിക്കെട്ടുകളൊക്കെ തന്നെ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. ഇക്കാര്യങ്ങളാണ് ദേവസ്വങ്ങൾ അറിയിച്ചത്. ഇത് സർക്കാർ തലത്തിലും അംഗീകരിക്കപ്പെട്ടു. ഇതാണ് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. അതേസമയം വെടിക്കെട്ടിന് പകരം കതിനകൾ ഓരോ സമയം നമുക്കറിയാം, പുലർച്ചെ വെടിക്കെട്ടുണ്ട്, ഒപ്പം തന്നെ ഉപചാരം ചൊല്ലി പിരിയുമ്പോൾ ഒരു വെടിക്കെട്ടുണ്ട്, സാമ്പിൾ വെടിക്കെട്ടുണ്ട്. ഈ സമയങ്ങളിലൊക്കെ തന്നെ അതിന് പകരമായിട്ട് ഓരോ ചടങ്ങ് മേളം കഴിയുമ്പോൾ ഇലഞ്ഞിത്തറ മേളവായാലും മടത്തിൽ വരവായാലും കഴിയുമ്പോൾ ഒരു സാധാരണ ചെറിയ വെടിക്കെട്ടുകളൊക്കെ ഉണ്ട്. അതിനൊക്കെ പകരം കതിനകൾ മുഴക്കും, ആചാരപരമായിട്ടും പ്രതീകാത്മകപരമായിട്ടും. എന്തായാലും കുടമാറ്റം പ്രതീകാത്മകമായി നടത്താനാണ് ഇപ്പോൾ ഇരു ദേവസ്വങ്ങളും തീരുമാനിച്ചിട്ടുള്ളത്. ആചാരപരമായി നടക്കേണ്ട എല്ലാ കാര്യങ്ങളും നടക്കും. വെടിക്കെട്ട് ഒഴിവാക്കും. കുടമാറ്റം പ്രതീകാത്മകമായിട്ട് നടക്കും. കുറച്ച് സെറ്റ് മാത്രം, കുറച്ച് ഇപ്പം നമ്മൾ 15 സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചിലപ്പോൾ കുറച്ചുകൂടി കുറയ്ക്കും. പാറമേക്കാവിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്, ആചാരം ഇലഞ്ഞിത്തറ മേളം തന്നെയാണ്. അതിന് യാതൊരു തർക്കവുമില്ല. അതിഗംഭീരമായിട്ട് നടക്കും. ഒരു കതിര മാത്രം, ഒരു സിംബോളിക് ആയിട്ട് ഒരു കതിര മാത്രം വെച്ച്, അല്ലെങ്കിൽ ഒരു കുഴിമില്ല, ഏതെങ്കിലും ഒന്ന്, അതെന്താ വെച്ചാൽ ഒരു ആചാരമായിട്ടാണ് നടക്കണേ. അപ്പോൾ അത് തീരെ ഒഴിവാക്കാൻ മുഴുവൻ പറ്റില്ല. പക്ഷേ ഒരു കതിനോ ഒരു കുഴിമില്ലോ മാത്രം കിട്ടും. ആഘോഷങ്ങൾ കുറച്ച് ആചാരങ്ങളെല്ലാം ഭംഗിയായി നടത്തുക, അത് ചിട്ടയോടും അതിൻ്റേതായ പ്രൗഢിയോടും കൂടി നടത്തുക എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് എല്ലാ ആചാരങ്ങളും കൃത്യമായി ചെയ്യാൻ സാധിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതിനുള്ള അനുമതികളും എല്ലാം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ആചാരങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അതായത് കാലത്ത് തിരുവമ്പാടിനെ സംബന്ധിച്ച് കാലത്ത് 7 മണിക്ക് മഠത്തിലേക്കുള്ള പോക്കും, അത് കഴിഞ്ഞാൽ മഠത്തിൽ നിന്നുള്ള വരവും, അതിന് കുടമാറ്റവും, രാത്രി പൂരവും, അതേപോലെ തന്നെ വെടിക്കെട്ടിന് പകരം വെടിക്കെട്ട് നമുക്കില്ല, കതിന പൊട്ടിച്ച് 1, 2, 3 കതിനകൾ കത്തിക്കും അതാത് സമയത്ത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഉപചാരം ചൊല്ലി അപ്പോഴും ആ ഉപചാരം ചൊല്ലിക്കഴിഞ്ഞാലുള്ള വെടിക്കെട്ടിന് പകരം ഒരു കതിന പൊട്ടിച്ച് ഞങ്ങൾ ആ ചടങ്ങ് പൂർത്തീകരിക്കും. വെടിക്കെട്ട് പൂർണ്ണമായും ഇല്ലാതാക്കി പകരം കതിന പൊട്ടിക്കും എന്നാണ് ഇപ്പോൾ ദേവസ്വങ്ങൾ അറിയിച്ചിട്ടുള്ളത്. മറ്റ് ആചാരാനുഷ്ഠാന ചടങ്ങുകളെല്ലാം തന്നെ അതേപടി നടത്താനും ദേവസ്വങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനമുണ്ടായത്. ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഔദ്യോഗിക തലത്തിൽ മന്ത്രിമാർക്കോ മറ്റ് MLA മാർക്കോ ഇത്തരത്തിലൊരു ഔദ്യോഗിക പ്രഖ്യാപനം നടത്താൻ കഴിയില്ല. അതുകൊണ്ട് ദേവസ്വങ്ങൾ, തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറിമാർ തന്നെ ഇക്കാര്യം മാധ്യമങ്ങളോട് പറയുകയാണ്. എന്തായാലും പൂരം യഥാവിധി നടത്തും. അതേസമയം വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കി കുടമാറ്റത്തിൻ്റെ സമയവും 15 മിനിറ്റോളമായി ചുരുക്കിയിരിക്കുകയാണ്.